റഷ്യ ഉക്രൈൻ പ്രശ്നം. അടുത്തിടെ റഷ്യയുടെ വ്യോമസേന 12 മണിക്കൂറിലധികം നീണ്ടുനിന്ന ഒരു വലിയ ആക്രമണം ഉക്രൈനുള്ളിൽ ചെയ്തു. ഇതുവരെയും ഉക്രൈനിൽ നടത്തിയിട്ടുള്ള അറ്റാക്കുകളിലെല്ലാം കൂടുതൽ ഡീകോയ് ഡ്രോൺസ് ആയിരിക്കും ഉപയോഗിക്കുക. ഡമ്മി ഡ്രോൺസ് ഒക്കെ ഉപയോഗിച്ച് ഉക്രൈന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ എല്ലാം കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. ഒരു മിക്സഡ് ഏരിയൽ അസോൾട്ട് ആയിരിക്കും നടത്തുക. അതായത് ശരിക്കും ആക്രമണം നടത്തേണ്ട ആയുധങ്ങളെ കുറച്ചയച്ചുകൊണ്ട് അവരെ കുഴപ്പിക്കാൻ കൂടുതൽ ഡമ്മി ആയുധങ്ങളെ അകത്തേക്ക് അയക്കും. എന്നാൽ ഇത്തവണ റഷ്യ പിന്തുടർന്ന രീതി എന്നത് പൂർണ്ണമായും വ്യത്യസ്തമാണ്. 600 പ്രൊജക്ടൈൽസ് അകത്തേക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. ഈ 600 പ്രൊജക്ടൈൽസിൽ 250 മാത്രമാണ് ഡമ്മി ഡീകോയ് ഡ്രോൺസ്. ബാക്കി അയച്ച എല്ലാ ഡ്രോണുകളും എക്സ്പ്ലോസീവോടുകൂടി തന്നെ താഴെ വീണ് പൊട്ടിത്തെറിച്ചിട്ടുമുണ്ട്. ഉക്രൈനിലെ 100-ൽ കൂടുതൽ ഇടങ്ങളിൽ ഇതിന്റെ എക്സ്പ്ലോഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ഇത്രത്തോളം മോശമായ അറ്റാക്ക് റഷ്യ ഇതുവരെയും ഞങ്ങളിൽ ചെയ്തിട്ടേയില്ല. പുടിൻ നാൾക്ക് നാൾ അദ്ദേഹത്തിന്റെ തീവ്രവാദ ആക്രമണം ഉക്രൈനുള്ളിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ഞങ്ങളുടെ തലസ്ഥാനത്തെയും അദ്ദേഹം നശിപ്പിച്ചു. ഇതിന് തീർച്ചയായും റഷ്യ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. പുടിൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം ഉക്രൈന്റെ പക്കൽ നിന്നും എത്രയും പെട്ടെന്ന് ഒരു തിരിച്ചടി ലഭിക്കുമെന്ന് സെലൻസ്കി വല്ലാത്ത ദേഷ്യത്തോടു കൂടി തന്നെ പറഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്കറിയാം. ഇതുവരെയും ഉക്രൈൻ തലസ്ഥാനത്ത് റഷ്യ ഇത്തരമൊരു ആക്രമണം നടത്തിയിട്ടേയില്ല. അത്രത്തോളം മോശമായി തന്നെ ഇത് പതിഞ്ഞിട്ടുണ്ട്. എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. സാബ്രൂസേഷ്യ, സുമി, മെഖൈലവ്, ചെർനീവ്, ഒഡീസ, ഖെംലിൻസ്കി ഈ പ്രദേശങ്ങളെല്ലാം റഷ്യയുടെ ഈ 12 മണിക്കൂർ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്, നശിച്ചിട്ടുണ്ട്. 2-3 ഫാക്ടറീസിനെ റഷ്യ പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട്. 100 എക്സ്പ്ലോഷൻസ് താഴെ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അത്ര വലിയ ആക്രമണമാണ് റഷ്യ ഉക്രൈനുള്ളിൽ നടത്തിയത്. മാത്രവുമല്ല, ഇവിടെ കാർഖീവ് ഫ്രണ്ടിലെ ബാറ്റിൽ ഫീൽഡിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരുപാട് അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇതുവരെയും സംഭവിച്ച ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭം മുതൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആ സമയങ്ങളിൽ വരുന്ന വാർത്തകളും ഇപ്പോൾ 2-3 ദിവസത്തിൽ വരുന്ന വാർത്തകൾ, അപ്ഡേറ്റ്സ് ഒക്കെ വളരെ വ്യത്യസ്തമാണ്. കഴിഞ്ഞ 2-3 ദിവസമായി അവിടെ നിന്ന് വരുന്ന വാർത്ത, വാർ ബ്ലോഗേഴ്സിൽ നിന്ന് വരുന്ന വാർത്ത, ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന വാർത്ത, ന്യൂസ് മീഡിയാസിൽ നിന്ന് വരുന്ന വാർത്തകൾ, ഇവയെല്ലാം വളരെ കൂടുതലായി മാറിയിരിക്കുകയാണ്. ഇത്രയും കൂടുതൽ വാർത്തകൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. അപ്പോൾ ഇത്രയേറെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നു, അല്ലെങ്കിൽ ഇത്രയേറെ ഇൻപുട്ട് അവിടെ നിന്ന് ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ എന്തോ സംഭവിക്കുന്നു എന്നാണ്. അതിന്റെ ഒരു ഭാഗമായാണ് ഈ 12 മണിക്കൂർ ആക്രമണം ഉക്രൈനുള്ളിൽ സംഭവിച്ചിരിക്കുന്നത്. ചിന്തിച്ചു നോക്കുക, ഉക്രൈനിൽ എപ്പോഴും ഇങ്ങനെ എയർ റെയ്ഡ് അലാറം മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഓരോ തവണയും റഷ്യ മിസൈൽസിലൂടെയും ഡ്രോൺസിലൂടെയും ഉക്രൈനെ ആക്രമിക്കുമ്പോൾ ഈ എയർ സൈറൺ ഓൺ ചെയ്ത ഉടൻ തന്നെ ജനങ്ങളെല്ലാം ഷെൽട്ടേഴ്സിനെ നോക്കി ഓടും. അവർക്ക് സുരക്ഷയുള്ള പ്രദേശങ്ങളെ നോക്കി അവർ പോകാൻ തുടങ്ങും. എന്നാൽ ഇന്നലെ ഉക്രൈനിൽ ഏതാണ്ട് 3 മണിക്കൂർ തുടർന്ന് എയർ റെയ്ഡ് അലാറം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. 12 മണിക്കൂർ ഒരു ആക്രമണം സംഭവിച്ചുവെന്നുണ്ടെങ്കിൽ ഈ 12 മണിക്കൂറും ഇടവിടാതെ മിസൈൽസ്, ഡ്രോൺസ് ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നിട്ടില്ല. 10 മിനിറ്റിൽ ഒരു ഡ്രോൺ വരും, അല്ലെങ്കിൽ അരമണിക്കൂറിൽ 2-3 പ്രൊജക്ടൈൽസ് അകത്തേക്ക് വരിക. ഇങ്ങനെ ഉക്രൈന്റെ ആകാശം മുഴുവനും ബിസിയായിരുന്നു. പക്ഷേ 3 മണിക്കൂർ തുടർന്ന് എയർ റെയ്ഡ് അലാറം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2022 ശേഷം ഇത്തരം ഒരു സംഭവം ഇത് ആദ്യമായാണ്. ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചതാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ലബനനുള്ളിൽ, സിറിയയ്ക്കുള്ളിൽ എന്തെങ്കിലും ഒരു സ്ട്രൈക്ക് നടത്തിയതുപോലെയൊക്കെ തോന്നാം. പക്ഷെ അതല്ല. കീവിൽ മാത്രം 38 കെട്ടിടങ്ങളാണ് റഷ്യയുടെ ആക്രമണത്തിന് ഇരയായത്. അതായത് 38 കെട്ടിടങ്ങളിൽ ഹിറ്റായിട്ടുണ്ട്. അതിൽ 14 കെട്ടിടങ്ങൾ പൂർണ്ണമായും നശിച്ചു. ഇതിൽ കീവിലുള്ള ഒരു വലിയ ബേക്കറി നശിച്ചു. മാത്രവുമല്ല, ഒരു ലെതർ പ്രോസസിംഗ് ഫാക്ടറി, അതായത് 5 ഏക്കറോളം വരുന്ന ഒരു വലിയ ഫാക്ടറി, അതും നശിച്ചിട്ടുണ്ട്. പക്ഷെ റഷ്യ പറഞ്ഞത്, ഉക്രൈൻ മാധ്യമങ്ങൾ ഒരുപാട് മിസ്ഇൻഫോർമേഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആക്രമിച്ചത് ലെതർ ഫാക്ടറിയെ അല്ല, ഉക്രൈന് ആവശ്യമായ പ്രധാനപ്പെട്ട ആർട്ടിലറി ഷെൽസും അവരുടെ ലോക്കൽ ഡ്രോൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സിനെയുമാണ് ഞങ്ങൾ ആക്രമിച്ചത്. എല്ലാവരും പറയുന്നത് റെസിഡൻഷ്യൽ ബിൽഡിംഗ്സിനെ ആക്രമിച്ചു, റെസിഡൻഷ്യൽ ടവേഴ്സിനെ ആക്രമിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തുവിടുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ശരിക്കും ഞങ്ങൾ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെയാണ് ആക്രമിച്ചതെന്നുണ്ടെങ്കിൽ മരണനിരക്ക് എത്ര വന്നിരിക്കുമായിരുന്നു? ഇന്നലെ നടന്ന ആക്രമണത്തിൽ കാഷ്വാലിറ്റീസ് കൗണ്ട് 3 പേരാണ്. 59 വയസ്സുള്ള ഒരു വ്യക്തി, ബാക്കിയുള്ള 2 പേർ 2 ചെറിയ കുട്ടികളാണ് എന്നാണ് വാർത്ത വരുന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ്സിനെ ലക്ഷ്യം വെച്ച് ആക്രമിച്ചെങ്കിൽ കാഷ്വാലിറ്റീസ് കൗണ്ട് ഇത്ര മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ ടാർഗറ്റ്സിനെ തിരഞ്ഞെടുത്താണ് ആക്രമിച്ചത്. ഒരു സ്ഥലത്ത് ജനങ്ങൾ വസിക്കുന്ന സ്ഥലം കൂടുതലാണ്, അല്ലെങ്കിൽ അവിടെ ജനവാസം കൂടുതലുണ്ട്, അതിനിടയിൽ ഉക്രൈൻ ആംസ് മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ്സ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉക്രൈൻ അവരുടെ പ്രധാനപ്പെട്ട ഡ്രോൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ വളരെ സെലക്റ്റീവായി തന്നെ ആക്രമിക്കും. അതായത് കൃത്യം ആ ഒരു കമ്പാർട്ട്മെന്റിൽ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ ചുറ്റും സിവിലിയൻ കാഷ്വാലിറ്റീസ് കുറയ്ക്കണം, അല്ലെങ്കിൽ കഴിയുന്നത്ര മരണനിരക്ക് കുറയ്ക്കണം എന്നതിനു വേണ്ടി
കൃത്യമായി പിൻ പോയിന്റ് ചെയ്താണ് ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഉക്രൈൻ പറയുന്ന ഈ കാര്യങ്ങൾ അവിടെ ഫാക്ട് ചെക്ക് ചെയ്താലേ സത്യം മനസ്സിലാവുകയുള്ളൂ. ഉക്രൈൻ്റെ പ്രൊപ്പഗണ്ട വിശ്വസിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇതിന് പകരം ഉക്രൈൻ പറഞ്ഞത് റഷ്യ ഇങ്ങനെ പറയുന്നതൊക്കെ ചെറിയ കുട്ടികൾ പോലും വിശ്വസിക്കില്ല. അവർ ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നതെല്ലാം റെസിഡൻഷ്യൽ പ്രദേശങ്ങളെയാണ്. ഈ റെസിഡൻഷ്യൽ പ്രദേശങ്ങൾ ആക്രമിക്കുന്നത് കൊണ്ടാണ് ഇത്രയേറെ ബിൽഡിംഗ്സ് ഡാമേജ് ആകുന്നത്. അത് വിഷ്വൽ എവിഡൻസോടുകൂടി തന്നെ ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റഷ്യയുടെ സ്റ്റേറ്റ്മെന്റ്സ് വിശ്വസിക്കരുത് എന്ന് ഇവർക്കിടയിൽ ഒരു PR വാർ തന്നെ പോകുന്നുണ്ട്. പക്ഷെ ശരിക്കും ജനങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളെ ലക്ഷ്യം വയ്ക്കുകയാണ് എങ്കിൽ, അതായത് ഇസ്രായേൽ ഗാസയിൽ ചെയ്യുന്നത് പോലെ ഒരു അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ ഉക്രൈനിൽ മരിക്കുന്ന ഈ സിവിലിയൻസിന്റെ എണ്ണം മാത്രം കുറഞ്ഞത് 50-100 വരെയെങ്കിലും എത്തും. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 50-100 പേർ ഒറ്റ ദിവസത്തിൽ മരിക്കുന്ന ആ ഒരു കൗണ്ട് ഇന്ന് വരെയും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അല്ലെങ്കിൽ സമീപ ദിവസങ്ങളിലൊന്നും സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു 2 വർഷത്തെ കണക്കെടുത്താൽ സിംഗിൾ ഡേയിൽ അത്ര വലിയ കൗണ്ട് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നേരെയുള്ള ഒരു അറ്റാക്ക് റഷ്യ ചെയ്തിട്ടില്ല. അപ്പോൾ റഷ്യ ശരിക്കും ചൂസ് ചെയ്യുന്ന ടാർഗറ്റ്സ് എന്നത് അവിടെ വളരെ സെലക്റ്റീവായി തന്നെയുണ്ട്. സിവിലിയൻസ് പ്രദേശത്തിനുള്ളിൽ ഒരു ആം മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾക്കിടയിൽ ചെന്ന് ആംസ് മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ്സ്, അല്ലെങ്കിൽ ഡ്രോൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉക്രൈൻ സെറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതും ഒരു തരത്തിൽ സിവിലിയൻസിന് ഷീൽഡായി ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയാണ്. മാത്രമല്ല റഷ്യ അവരുടെ എനർജി ഇമ്പോർട്ട്സ് ബാൻ ചെയ്തു എന്ന രീതിയിലുള്ള ചില അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അവിടെ ഫ്യൂവൽ കൺസംഷൻ വളരെ താഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈൻ്റെ അറ്റാക്ക് റഷ്യയുടെ റിഫൈനറീസിൽ വളരെ തീവ്രമായി നടക്കുന്നുണ്ട്. ഇത് കാരണം റഷ്യയ്ക്ക് ഒരു ഘട്ടത്തിന് ശേഷം പ്രോസസ് ചെയ്യാനേ കഴിയുന്നില്ല. ഏതാണ്ട് അവരുടെ പക്കലുള്ളതിൽ 5-1 റിഫൈനറി ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. അപ്പോൾ ആഭ്യന്തരമായുള്ള ഫ്യൂവൽ യൂസേജ് കൺട്രോൾ ചെയ്യുന്നതിനും വിദേശ രാജ്യങ്ങളിലേക്ക് നിരോധിക്കുന്നതിനും ഒരു ബാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേക ഒരളവിൽ കൂടുതൽ ഈ ശുദ്ധീകരിച്ച പെട്രോളിയം പ്രോഡക്ട്സ് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഒരു ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മോൾഡോവയിൽ ഇലക്ഷൻസ് നടക്കുന്നുണ്ട്. ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. കാരണം മോൾഡോവ എത്നിക് റഷ്യൻസ് ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. തീർച്ചയായും അടുത്ത പ്രശ്നം അവിടെ നിന്നും ആരംഭിക്കാം എന്നുള്ളതാണ് പലരുടെയും ഒരു അഭിപ്രായം. ഇപ്പോൾ റഷ്യയുടെ ഇന്റലിജൻസ് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നതിന് ശേഷം മോൾഡോവ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമെല്ലാം ഒരു ഭയം വന്നിട്ടുണ്ട്. കാരണം റഷ്യയുടെ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് മോൾഡോവയെ UK-യും അമേരിക്കയും യൂറോപ്യൻ യൂണിയന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് അവിടെ ഭരണമാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇതുവഴി അവിടെ എത്നിക് റഷ്യൻസിന് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ അവിടെയുള്ള റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളത് കണ്ടിട്ട് വെറുതെ ഇരിക്കില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ ആഡ് ചെയ്തു. സത്യത്തിൽ ഈ ഡോൺബോസിൽ സമാനമായ ഒരു പ്രശ്നം സംഭവിച്ചു, ഒരു കോർ പ്രശ്നം വന്നു. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത്ര വലിയൊരു പ്രശ്നം, യുദ്ധം തന്നെ നടക്കുന്നത്. 3 വർഷമായി നടക്കുന്ന ഈ ഒരു യുദ്ധം 2014 ക്രീമിയെ പിടിച്ചെടുത്തപ്പോഴുണ്ടായ പ്രശ്നം, ഇവയ്ക്കെല്ലാം ഒരു കോർ ഇതായിരുന്നു. ജോർജിയയിലും അതാണ് സംഭവിച്ചത്. ഇപ്പോൾ മോൾഡോവയിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് റഷ്യ പറഞ്ഞിട്ടുള്ളത് എല്ലാവരെയും ഇപ്പോൾ ഭയപ്പെടുത്തിയിട്ടുണ്ട്. വെറുതെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ പോലും സെലൻസ്കി വെറുതെ ഇരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ വാർത്ത ലഭിച്ചാൽ സെലൻസ്കി മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സെലൻസ്കി പറയുന്നത് റഷ്യ ഞങ്ങളെ ടെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ റഷ്യയെ നിങ്ങൾ കൺട്രോൾ ചെയ്യാതെ വിടുകയാണെങ്കിൽ അടുത്ത മോൾഡോവയിലും അവർ ആക്രമണം നടത്തും. ഇങ്ങനെ മുഴുവൻ യൂറോപ്യൻ യൂണിയനെയും റഷ്യക്കെതിരെ തിരിക്കാനുള്ള ശ്രമങ്ങൾ സെലൻസ്കി എടുക്കുന്നുണ്ട്. എന്നാൽ റഷ്യ എന്തോ ഒരു കാര്യം കാർക്കീവിൽ വലുതായി തന്നെ ചെയ്യുന്നുണ്ട്. അത് എന്താണ് എന്നുള്ള വാർത്തകളൊന്നും ലഭിക്കുന്നില്ല. ചില വിവരങ്ങൾ അനുസരിച്ച് നോക്കിയാൽ കുപിയാൻസ്കിനും അപ്പുറം ചിലയിടങ്ങളിൽ റഷ്യ മുന്നേറിയതുപോലുള്ള ഇൻപുട്സ് ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എടുക്കുന്നുണ്ട്. തീർച്ചയായും അടുത്ത ചില ദിവസത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും ഒരു ബിഗ്ഗസ്റ്റ് എവർ അസോൾട്ട് 12 മണിക്കൂറിലധികം നടത്തിയ ഒരു ആക്രമണം. തീർച്ചയായും ഇതിന് ഉക്രൈൻ ഒരു റിവെഞ്ച് കൊടുക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ല. റിഫൈനറി ആക്രമിക്കുക, അല്ലെങ്കിൽ സാബ്രോസീഷ്യയിൽ 4-5 ഡ്രോൺ ആക്രമണം നടത്താൻ ഉക്രൈൻ ശ്രമിക്കുന്നതായി റഷ്യ വലിയൊരു കുറ്റാരോപണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എനിക്കറിയാവുന്നിടത്തോളം ഉക്രൈൻ അടുത്ത ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ അത് ബൽഗ്രോഡിലായിരിക്കും ലക്ഷ്യം വയ്ക്കുക. കാരണം അവിടെ ഒരു തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്, അത് ഓപ്പറേഷനിലാണ്. എന്നാൽ അതിനെ ഡിഫൻഡ് ചെയ്യുന്നത് റഷ്യയ്ക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ജിയോഗ്രഫിക്കലി അത് അത്തരമൊരു പ്രദേശമാണ്, ഒരു മല പോലെ ഒരു സ്ലോപ്പി പ്രദേശമാണ്. ഉക്രൈൻ അതിനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഓയിസോ വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.